ഹലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഏകദേശം ഇൻട്രോ ഒന്നും പറയാൻ കാരണം ഇൻട്രോ ഒന്നും പറയാൻ നിൽക്കില്ല മെയിൻലി കാരണം ഞാൻ സോ എക്സൈറ്റഡ് ആണ്. കാരണം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ തന്നെ കുറച്ച് നല്ലൊരു വില കൂടിയൊരു മൊബൈൽ ഫ്ലാഗ്ഷിപ്പ് മൊബൈൽ നമ്മൾ അൺബോക്സ് ചെയ്യണമെന്ന്. നിങ്ങൾക്കറിയാം OnePlus 70 ഇറങ്ങി. അപ്പോൾ OnePlus 70 നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യണേ. ഇതിൻ്റെ വേരിയബിൾ ഞങ്ങൾ എടുത്തിരിക്കുന്നത് 8GB വേരിയബിളിൻ്റെ ഒരു 34,000 റുപ്പീസിൻ്റെ ഒരു മൊബൈലാണ്. അപ്പോൾ നമ്മൾ റെഡായിട്ട് അതിൻ്റെ ബോക്സിൻ്റെ ആദ്യമായിട്ടാണ് OnePlusൻ്റെ ഒരു മൊബൈൽ അൺബോക്സിങ് ചെയ്യണമെന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ അൺബോക്സിങ് അങ്ങനെ ടൈപ്പ് നമ്മൾ ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ബോക്സ് ആയിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ റെഡിലാണ് കിട്ടിയിരിക്കുന്നത്. OnePlus 70 ഒരു സൈഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ പറഞ്ഞു തീർപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകുമ്പോൾ എങ്ങനെ അൺബോക്സിങ് ചെയ്തിട്ട് ഇതിൽ എന്തൊക്കെ ചാർജർ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെ കിട്ടുന്നത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എക്സൈറ്റഡ് ആണ്. അപ്പോൾ കൂടുതൽ പറഞ്ഞു തീർപ്പിക്കുന്നില്ല, നമുക്ക് അൺബോക്സിങ് നോക്കാം. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ ബോക്സ് വെച്ചിട്ടുണ്ട്. നമ്മൾ അൺബോക്സ് ചെയ്യണം OnePlus 70 ദിസ് ഈസ് ദ OnePlus 70. ഇറ്റ്സ് എ culmination of all our design and engineering efforts and crafted for those who likes us always try the very best എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ ഇതായിട്ടൊന്നും വായിക്കാൻ നിൽക്കില്ല. അപ്പോൾ നമ്മൾ ഓപ്പൺ എന്ന് അവർ കാണിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ മുകളിലുള്ള നമ്മൾ ഈ കവർ ആദ്യം കയറണം. അപ്പോൾ വലുതായിട്ട് ഓപ്പൺ ചെയ്തോടെ നമ്മൾ ചേന്തി എടുക്കണം. ഇതാണ് കവർ, നമ്മൾ ചേന്തി എടുക്കണം. അപ്പോൾ ഇത് ചേന്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബോക്സ് ക്ലിയർലി കിട്ടുന്നത്. വളരെ ഷൈനിങ് ഉണ്ട്, റെഡ് കളറിൽ വളരെ ഷൈനിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ അൺബോക്സിങ് ചെയ്യുമ്പോൾ വലിയ ഏകദേശം നല്ലൊരു നീട്ടമുള്ളൊരു ബോക്സാണെന്ന് പറയാം OnePlus. ഞാൻ ആദ്യമായിട്ടാണ് OnePlusൻ്റെ അൺബോക്സിങ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കൊരു എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ ആദ്യം തന്നെ എടുക്കുമ്പോൾ OnePlus അവർ കാണിച്ചിട്ടുണ്ട്. കേസ് ആയിരിക്കും വിജയിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ OnePlus ആദ്യം തന്നെ കാണിച്ചിട്ടുണ്ട്. OnePlus എഴുതിയിട്ടുണ്ട്. അവർ ബ്രാൻഡിൻ്റെ ലോഗോ അവർ ക്ലിയർലി വിട്ട് കൊടുത്തിട്ടില്ലെന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പിന്നെ കുറച്ച് നമ്മളൊക്കെ അറിയാം എന്താണ് നമ്മൾ എല്ലാ പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ കിട്ടുന്നുള്ള കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. അതിൻ്റെ എന്തൊക്കെയാണ് ചെയ്യേണ്ട ഗൈഡ് ലൈൻസ് ആയിട്ട് അവരൊരു ഇൻഫോമിൻ്റെ ഒരു ബുക്കൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് നോക്കണില്ല. അപ്പോൾ അതിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നീട് അവർ കാണിച്ചിട്ടുണ്ട്, ക്ലിയർലി കാണിച്ചിട്ടുണ്ട് എല്ലാ മൊബൈൽ കേസസിനും പോലെ തന്നെ എല്ലാ മൊബൈൽ ബോക്സിനെയും പോലെ തന്നെ അവർ ക്ലിയർലി മൊബൈൽ എന്നിട്ട്. അപ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം. OnePlus 70 കണ്ട് നമുക്കറിയാം ട്രിപ്പിൾ ക്യാമറയാണെന്ന് അറിയാം. ബാക്കിൽ പുറകിൽ ട്രിപ്പിൾ ക്യാമറ OnePlusൻ്റെ ലോഗോ കാണിച്ചത് സിൽവർ കളറാണ് ഞങ്ങൾ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഏകദേശം മൊബൈൽ. അപ്പോൾ നമ്മൾ ഏകദേശം മൊബൈൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ബോക്സിൻ്റെ ഉള്ളിൽ ഇനി വേറെ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾക്കറിയാം OnePlusൻ്റെ നെവർ സെറ്റിൽ എന്ന് പറയുന്ന ഒരു #ഹാഷ് പോലെ. അപ്പോൾ നെവർ സെറ്റിൽ നിന്ന് അതും ഇവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോക്സിനുള്ളിൽ എന്താണെന്ന് നോക്കാം. ക്ലിയർലി തരുന്നുണ്ട് ചാർജിങ് കേബിൾ, അതുപോലെ സിം ഇജക്ടറായിട്ട് പിന്നെ കേസ് തരുന്നുണ്ട്. അപ്പോൾ ചാർജിങ് കേബിൾ നമുക്ക് ആദ്യം മാറ്റി വയ്ക്കാം. അത് റെഡും വൈറ്റുള്ള കളറാണ്. കാരണം റെഡിൻ്റെ ലോഗോ എന്ന ടൈപ്പിൽ റെഡും വൈറ്റുള്ള ഒരു ചാർജിങ് കേബിൾ. അപ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം. പിന്നെ സിം ഇജക്ടർ എന്ന് പറഞ്ഞാൽ സിം ഇജക്ടറിൻ്റെ ഞാൻ മൊബൈൽ മേടിച്ചതിൽ വെച്ച് സാംസങ്ങിൻ്റെ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ നമ്മൾ റെഡ്മിയുടെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ എന്താണ് റിയൽമിയുടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതിലും തോന്നിയത് OnePlusൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആയതുകൊണ്ടൊന്നും മാത്രമല്ല, നല്ലൊരു സിം ഇജക്ടറും നല്ല ക്വാളിറ്റിയുള്ളൊരു സിം ഇജക്ടർ അവർ തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾക്കറിയാം എന്താണ് കേസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുഴപ്പമില്ലാത്ത, ഞാൻ കേസിനോട് യോജിക്കുന്നു എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ കേസും നല്ലൊരു ക്വാളിറ്റി എന്താണ് അവർ ഇതിലും ക്വാളിറ്റി കമ്മിയൊക്കെയുള്ളതെന്നാണ്. കേസും നല്ലൊരു ക്വാളിറ്റിയുള്ള കേസ് തന്നിട്ടുണ്ട്. പിന്നെ ചാർജിങ് നമുക്കറിയാം, ചാർജറിനെ സംബന്ധിച്ചിടത്തോളം ചാർജറും Type C ആണ്. ഇപ്പോൾ എല്ലാം Type C ആണ് ചാർജർ. അപ്പോൾ ചാർജിങ് വൈറ്റ് കളറുള്ള ചാർജിങ് തന്നിട്ടുണ്ട്, ചാർജറും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബോക്സിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് അൺബോക്സിങ് ചെയ്തപ്പോൾ കിട്ടിയത്. ക്ലിയർലി മൊബൈൽ, അതുപോലെ കേസ്, അതുപോലെ ചാർജിങ് കേബിൾ, അതുപോലെ ചാർജ്. ഇതാണ് മൊബൈലിൻ്റെ ഉള്ളിൽ കിട്ടിയത്. ഇനി നമുക്ക് മൊബൈലിൻ്റെ കാര്യങ്ങൾ സ്പെക്കൊക്കെ നോക്കാം. ഗൈസ്, അപ്പോൾ മൊബൈൽ ഇതാണ്, സിൽവർ കളറാണ് ഞങ്ങൾ ക്ലിയർലി മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ 48MP+, 60MP+, ഒരു 12MBൻ്റെ ക്യാമറയാണ്, ട്രിപ്പിൾ ക്യാമറയാണ് തന്നെങ്കിൽ. അതിനോടൊപ്പം തന്നെ ഒരു ഫ്ലാഷ് തന്നിട്ട്. പിന്നെ നമ്മൾ സൈഡിലേക്ക് നോക്കുമ്പോൾ ഏകദേശം വോളിയം ബട്ടൺ, വോളിയം പ്ലസും മൈനസിൻ്റെ ബട്ടൺ, വോളിയം ഹൈൻ്റെയും കാണും. പിന്നെ ഈ നമ്മൾ റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ നമ്മൾക്കറിയാം ഏകദേശം ഗൂഗിൾ അസിസ്റ്റൻറ്റും അതുപോലെ നമ്മുടെ പവർ ബട്ടൺ തന്നിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ക്യാമറ 60MBൻ്റെ ഫ്രണ്ട് ക്യാമറ തന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സെൻസർ വന്നിട്ട് ഫിംഗർ പ്രിൻറ്റ് സെൻസർ വന്നിട്ട് ഇൻ ഡിസ്പ്ലേയിലോട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ്. അപ്പോൾ ഇതാണ് മൊബൈലിനെ സംബന്ധിച്ചും കളറിൽ ഞങ്ങൾ എടുത്തിരിക്കുന്നത് സിൽവർ കളറാണ്. അപ്പോൾ ഏകദേശം ഷൈനിങ് ഏകദേശം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാൻ അറിയുക ഏകദേശം ഇത്രയൊക്കെ എനിക്ക് ഏകദേശം ഇതിനെക്കുറിച്ച്. പിന്നെ ഇൻബിൽഡ് Type C പോർട്ടും, അതുപോലെ നമ്മളെ ഇൻബിൽഡ് Type C പോർട്ടും ആയിട്ടുള്ളതുണ്ട്. പിന്നെ നമ്മുടെ സെൻസറും അതുപോലെ മൈക്കും തന്നിട്ടുണ്ട്, മൈക്ക് ഒരു സൈഡും. അപ്പോൾ അതുപോലെ സ്പീക്കറും ഡോൾബി ആറ്റംസിൻ്റെ സ്പീക്കർ തന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രോസസ്സർ വന്നിട്ട് സ്നാപ്ഡ്രാഗൺ 855 പ്ലസ് പ്രോസസ്സറാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകിച്ച് കാര്യങ്ങൾ നോക്കുമ്പോൾ ഇതിൻ്റെ ചാർജിങ് റാപ്പ് ചാർജിങ്ങിൻ്റെ Type C പോർട്ട് ചാർജിങ്ങിൻ്റെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് OnePlusൻ്റെ ലോഗോ ഒരു ഇവിടെ നിന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ആദ്യം ചെയ്യുന്നതാണ് OnePlusൻ്റെ. ഇതാണ് മെയിൻലി പ്രോസസ്സർ. ഞങ്ങൾക്ക് ഇത്ര അറിയുന്നുള്ളത് ഇതാണ്. ഞങ്ങൾ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഇതാണ്. OnePlusൻ്റെ അറിയാൻ പറ്റുന്ന ഇത്രയുള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എനിക്ക് ഇഷ്ടപ്പെടുന്ന ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ്. അതുപോലെ നിങ്ങളുടെ ഇതിൻ്റെ ക്യാമറ ക്ലാരിറ്റിയും അതിൻ്റെ ഫ്രണ്ട് ക്യാമറ ക്ലാരിറ്റിയും ഒക്കെ അവിടെ നിന്ന് കാണിച്ചു തരാം. Watching the ocean with
ഹേ ഗൈസ്, അപ്പോൾ അൺബോക്സിങ് വീഡിയോ കംപ്ലീറ്റ്ലി പെർഫെക്ഷൻ ആണോ ചോദിച്ചാൽ കംപ്ലീറ്റ്ലി പെർഫെക്ഷൻ അല്ല. ചെറുതായിട്ട് സമയബന്ധിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാരണം കുറേ ഇവിടെ മഴയുണ്ട്. നിങ്ങൾക്കറിയാം, ഞങ്ങൾ നാച്ചുറലായിട്ട് പൊതുവേ ഔട്ട്ഡോർ ഞങ്ങൾ ചെയ്യുള്ളൂ. അൺബോക്സിങ് വീഡിയോ ഏത് വീഡിയോ ഞങ്ങൾ ഔട്ട്ഡോർ ചെയ്യുള്ളൂ. അപ്പോൾ അതിന് കുറച്ച് മഴൻ്റെ കാരണം കൊണ്ടാണ് പെട്ടെന്ന് അൺബോക്സിങ് ചെയ്തത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാകുന്ന എനിക്കോ ക്ലിയർലി എനിക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. എന്നാലും ഇന്നത്തെ ഒരു ഇഷ്ടപ്പെട്ടവന്ന ചാനൽ മറക്കാൻ തന്നെ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ്. അതുപോലെ ഇനിയും ഇതുപോലുള്ള അൺബോക്സിങ് വേണമെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്തിട്ട് പോകാം.